PM ശ്രീ പദ്ധതി തുടരാനുള്ള തീരുമാനം സൃഷ്ടിച്ച വിവാദത്തിനിടെ VD സതീശൻ സർക്കാർ ഭരണത്തിന് ഇന്ന് 1 മാസം പൂർത്തിയാകുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ തിരുത്തിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചും കൊണ്ടാണ് സർക്കാർ 1 മാസം തികയ്ക്കുന്നത്. എന്നാൽ സംഘപരിവാറിന് കീഴടങ്ങുന്ന ഭരണമാണ് UDF-ന്റേതെന്നാണ് പ്രതിപക്ഷ വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് S. വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിജയത്തുടക്കമോ? 1 മാസം കൊണ്ടൊന്നും ഒരു സർക്കാരിനെയും വിലയിരുത്താൻ കഴിയില്ല. വനിതകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര, ജനങ്ങളെ ബാധിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി, അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഇടപെടലെല്ലാം തന്നെ വലിയ കയ്യടി നേടിയിരുന്നു. അപ്പോഴും ഡെമോക്രാസിൻ്റെ വാളുപോലെ PM ശ്രീ തലയ്ക്ക് മുകളിലുണ്ട്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. അധികാരമേറ്റ സത്യപ്രതിജ്ഞാവേദിയിൽ തന്നെ വിവാദങ്ങളും തുടങ്ങി. ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും ബഹുസ്വര സമൂഹത്തിന് നിരക്കാത്തതാണെന്നും CPIM വിമർശിച്ചു. ലോക്ഭവനെ പഴിചാരി മുഖ്യമന്ത്രി മറുപടി നൽകി. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അതേ വേദിയിലെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പ്രയോഗവും ചർച്ചയായെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വിവാദം അവസാനിച്ചു. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ബന്ധു നിയമനം UDF സർക്കാരിനെ വലച്ചു. മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചതായിരുന്നു വിവാദം. DCC ജനറൽ സെക്രട്ടറി, പൊതുപ്രവർത്തകൻ എന്നൊക്കെയുള്ളതാണ് മാനദണ്ഡമെന്ന് സണ്ണി ജോസഫ് ന്യായീകരിച്ചെങ്കിലും പ്രതിരോധത്തിലായതോടെ തീരുമാനം മാറ്റി. ഒടുവിൽ ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നു. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിക്കൂട്ടിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതും വിവാദമായി. പ്രതിഭാഗത്തുള്ള സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത് കേസ് അട്ടിമറിക്കാനാണെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. എല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് വകുപ്പ് മന്ത്രി കൈയൊഴിഞ്ഞു. ഒടുവിൽ KB പ്രദീപും രാജിവെച്ചു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാറ്റം ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും 2 തട്ടിലാക്കി. ആരോഗ്യവകുപ്പിലാകട്ടെ ഡയറക്ടർ ഡോക്ടർ റീനയെ ചുമതലയിൽ നിന്ന് മാറ്റി. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്ന് ഡോക്ടർ റീന തുറന്നടിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറോടുള്ള വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടക്കേട് പ്രതികരണത്തിൽ പുറത്തറിഞ്ഞു. അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒടുവിൽ പിഴവ് തിരുത്തി ഉത്തരവിറക്കേണ്ടി വന്നു. പകർച്ചവ്യാധി പ്രതിരോധത്തിലും നിപ്പ ഏകോപനത്തിലും ആരോഗ്യവകുപ്പിന് പിഴവുണ്ടായെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കരാറിൽ ഇളവ് തേടാനുമുള്ള തീരുമാനത്തിലെത്തി. ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെൻ്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും SSK ഫണ്ട് വാങ്ങുന്നുള്ള നടപടി മാത്രമാണ് എടുത്തതെന്നും പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയതോടെ പുതിയ വിവാദത്തിന് തുടക്കമായി. LDF സർക്കാരിൻ്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിൽ 1 മാസം തികയ്ക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിന് കാരണമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയും കരിങ്കൊടി കാണിച്ച KSUക്കാരുടെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തും ADM നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിട്ടുകൊണ്ടുമാണ് VD സതീശൻ ഭരണമാറ്റത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാൻ ധവളപത്രം ഇറക്കി. അങ്കണവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും വേതനം വർദ്ധിപ്പിച്ചു. വയറ്റിൽ കത്രികയുമായി അലഞ്ഞ ഹർഷീനയ്ക്ക് ജോലി, ചികിത്സാ വീഴ്ചയിൽ മരിച്ച വേണുവിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം തുടങ്ങിയ നടപടികളും ശ്രദ്ധേയമായി. PM ശ്രീയിൽ UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സത്യപ്രതിജ്ഞ മുതൽ സംഘപരിവാറിന് വഴങ്ങിക്കൊടുത്തുവെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. RSS പരിപാടിയിൽ 3 VC-മാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. PM ശ്രീയിലും UDF സർക്കാർ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.
വന്യജീവി ആക്രമണം, സംസ്ഥാനത്തെ പകർച്ചവ്യാധി, KSRTC സൗജന്യ യാത്ര, സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾ, വാഹന മോഡിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ പുറത്തുവന്നു. PM ശ്രീ പദ്ധതി മാത്രമല്ല, സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്. ധവളപത്രം നമ്മൾ കണ്ടതാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടായത് സഭയിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ഷേമ പദ്ധതിയിലേക്ക് സർക്കാരിന് എത്ര കാലം കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നമ്മളുടെ സാമ്പത്തികാവസ്ഥ അങ്ങനെയാണ്. ഖജനാവ് കാലി എന്ന് തന്നെ ഇക്കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.